മറ്റൊരു വാർത്ത പി.കെ. ശശിക്കെതിരെ അന്വേഷണമെന്ന വാർത്ത നിഷേധിച്ച CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാധ്യമങ്ങൾ പ്രഖ്യാപിക്കുന്ന അന്വേഷണം പാർട്ടിക്ക് നടത്താനാകില്ലെന്ന് M.V. ഗോവിന്ദൻ പറഞ്ഞു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഫിറോസ് അലി മുഹമ്മദ് ചേരുന്നു. ഫിറോസ്, പി.കെ. ശശിക്കെതിരെ അന്വേഷണം നടക്കുന്നു എന്ന് സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എങ്ങനെ അത് നിഷേധിക്കുന്നു? അതാണ് ഫിജി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും. CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാസ്റ്റർ എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് അങ്ങനെ പറയുന്നു എന്നുള്ളതാണ് കൗതുകകരമായി തോന്നുന്ന കാര്യം. കാരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത CPMൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ M.V. ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുത്തിരുന്നു. സംസ്ഥാന സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ, അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലുള്ള പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ പുത്തലത്ത് ദിനേശനെ ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചുവെന്നും, അന്വേഷണത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചുവെന്നും, പുത്തലത്ത് ദിനേശൻ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയിൽ നേരിട്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അഴിമതിയുടെ വിവരം ശേഖരിച്ച് പാർട്ടിക്ക് റിപ്പോർട്ട് നൽകും എന്ന നിലയിലുള്ള വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിൻ വരെ ആ വാർത്ത നൽകുന്നുണ്ടായിരുന്നു. പി.കെ. ശശിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് CPM എന്ന വാർത്ത. പക്ഷേ വളരെ നാടകീയമായിട്ടാണ് കുറച്ച് സമയം മുൻപ് മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ ഈ തരത്തിലൊരു പ്രതികരണം M.V. ഗോവിന്ദൻ മാസ്റ്റർ നടത്തുന്നത് ശ്രദ്ധേയമാണ്. മാധ്യമങ്ങൾ പ്രഖ്യാപിക്കുന്ന അന്വേഷണങ്ങൾക്ക് പിറകെ പോകാൻ പാർട്ടിക്ക് കഴിയില്ല. മാധ്യമങ്ങളല്ലല്ലോ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടത്. ഞങ്ങൾ ആ തരത്തിൽ ഒരു തരത്തിലുള്ള അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്ന് മാധ്യമങ്ങളോട് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു. അതുപോലെ ഒരു മാധ്യമപ്രവർത്തകർ ചോദിച്ചു, E.P. ജയരാജൻ്റെ കാര്യത്തിൽ അന്വേഷണം ഏത് ഘട്ടത്തിലാണെങ്കിൽ അന്വേഷണം ഉണ്ടോ? അപ്പോൾ അതും അടഞ്ഞ അധ്യായമാണ് എന്ന നിലയിലാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. E.P. ജയരാജനെതിരായ ആക്ഷേപങ്ങളും ആ തരത്തിൽ മാധ്യമ സൃഷ്ടിയാണ് എന്ന നിലയിൽ പാർട്ടി എഴുതിത്തള്ളുന്നു. അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് തന്നെ കോട്ടം സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നൊരു മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു P.K. ശശി എന്നുകൂടി നമ്മൾ ആലോചിക്കണം. CPMലെ ഏറ്റവും പ്രബലനായ, ഏറ്റവും കരുത്തരായ ഒരു നിര നേതാക്കളിലെ ഒരു നേതാവായിരുന്നു P.K. ശശി. P.K. ശശി ആദ്യം ഒരു വിവാദത്തിൽ പെടുന്നത് പിന്നീടത് ഈ തീവ്രത കുറഞ്ഞ പീഡനം എന്നൊക്കെയുള്ള നിലയിലുള്ള ക്യാപ്സ്യൂളുകളൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. DYFIയുടെ വനിതാ നേതാവിനെതിരെ മോശമായി സംസാരിച്ചു എന്നൊരു വിവാദത്തിലാണ്, അല്ലെങ്കിൽ ഒരു പീഡന പരാതിയാണ് ശരിക്കും അന്ന് ഉയർന്നു വന്നത്. അന്ന് ആ പീഡന പരാതി അന്വേഷിച്ച കമ്മീഷൻ എന്ന് പറയുന്നത് AK ബാലൻ, അതുപോലെ P.K. ശ്രീമതി, ഇവർ രണ്ടുപേരും അടങ്ങിയ കമ്മീഷൻ ഈ വിവാദം അന്വേഷിച്ചു, പീഡന പരാതി അന്വേഷിച്ചു. ആ സമയത്ത് ആ വിവാദം ഉയർന്ന പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ഒരാളാണെന്ന് ഓർക്കണം. അന്ന് MLA-യുമാണ്, ഷൊർണൂർ MLA ആണ്. 2016 അദ്ദേഹം ഷൊർണൂരിൽ മത്സരിച്ച് വിജയിച്ച MLA ആണ്. അത്ര പ്രബലനായ ഒരു നേതാവിനെയാണ് പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും മാറ്റി നിർത്തുന്നത്. പക്ഷേ പിന്നീട് ഈ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടൊക്കെ വന്ന ശേഷം 2019 സെപ്റ്റംബറോടെ അദ്ദേഹം പാർട്ടിയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. CPMൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചെത്തുന്നു. ഇപ്പോൾ KTDCയുടെ ചെയർമാനാണ്. ആ നിലയ്ക്കൊക്കെ ഒരു പാർട്ടിയിൽ തൻ്റെ ശക്തി തെളിയിച്ച ഒരു നേതാവാണ്. ആ നേതാവാണ് ഇപ്പോൾ 5.5 കോടിയോളം രൂപ പാർട്ടിയുടെ അധീനതയിലുള്ള നിയന്ത്രണത്തിലുള്ള ബാങ്കുകളിൽ നിന്ന്, സഹകരണ ബാങ്കുകളിൽ നിന്ന് തിരിമറി നടത്തിയെന്ന വലിയ വിമർശനം, അതീവ ഗൗരവതരമായ വിമർശനം ഉയരുന്നത്. ഈ 5.5 കോടി രൂപ ഇദ്ദേഹം പാർട്ടി അറിയാതെ ഈ നിക്ഷേപമായി സ്വീകരിച്ച് അത് വഴിവിട്ട നിലയിൽ ചിലവാക്കി എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നു. അതുപോലെ തന്നെ നേരത്തെ ഇദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകനും ഭാര്യയ്ക്കും ഈ സഹകരണ ബാങ്കിൽ ജോലി നൽകി, ഒരു പിൻവാതിൽ നിയമനം നൽകി, അങ്ങനെ ഒരു ബന്ധു നിയമന വിവാദവും നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെയൊക്കെ പാർട്ടി ഇത്തരം സംഭവങ്ങളെ എങ്ങനെ ഒതുക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമായി കൂടി വേണമെങ്കിൽ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പരസ്യ പ്രതികരണം നമുക്ക് ആ തരത്തിൽ വിലയിരുത്താം. ഏതായാലും നമുക്ക് ആ പരസ്യ പ്രതികരണത്തിലേക്ക് M.V. ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളിലേക്ക് ഒന്ന് പോകാമെന്ന് തോന്നുന്നു ഫിജി. ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന അന്വേഷണമല്ലേ, ഞങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. അതാ പറഞ്ഞത്, നിങ്ങൾ തന്നെ വീണ്ടും ഒരു അന്വേഷണം ഉണ്ടാവും. ഞാൻ ഇന്നലെ കൃത്യമായി വർത്താനം പറഞ്ഞു. അന്വേഷണമാണ്. അത്തരത്തിലുള്ള മാധ്യമങ്ങൾ പ്രഖ്യാപിക്കുന്ന അന്വേഷണങ്ങൾക്ക് പിറകെ CPMന് പോകാൻ കഴിയില്ല എന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പറയുന്നിടത്ത് അണികൾക്കിടയിലോ അല്ലെങ്കിൽ പാലക്കാട് ഘടകത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു
എന്താ അവ്യക്തതയുണ്ട് എന്ന് തോന്നുന്നു. അതായത് അന്വേഷണമുണ്ടോ അല്ലെങ്കിൽ അന്വേഷണം ഇല്ലേ എന്നുള്ള കാര്യത്തിലൊക്കെ അത് പുറത്തു വരുന്നതെല്ലാം മാധ്യമ വാർത്തകൾ എന്ന് പറയുമ്പോൾ ഈ രണ്ട് നേതാക്കൾക്ക് എതിരെയുള്ള അന്വേഷണം, ഒന്ന് നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, ഒന്ന് പി കെ ശശി എന്ന് പറയുന്ന മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഈ രണ്ട് പ്രബലരായ നേതാക്കൾക്കെതിരെയുമുള്ള അന്വേഷണം മുക്കുകയാണോ പാർട്ടി എന്ന ആക്ഷേപമായിരിക്കും ഒരുപക്ഷെ വരും ദിവസങ്ങളിലോ വരുന്ന മണിക്കൂറുകളിലോ ഉയരുക. ഫിജി. ശരി ഫിറോസ്.